ഡോക്ടർ, സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം വയർ കുറയുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? സ്ത്രീകളിൽ പലപ്പോഴും 1-2 പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് അമിതമായിട്ടുള്ള വയറ് ചാടി കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ടമ്മി ബൾജ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. പലപ്പോഴും അത് ഫാറ്റ് ഡെപ്പോസിറ്റ് മൂലമാകാം, അല്ലെങ്കിൽ ഡയബാരിക്കേഷൻ ഓഫ് റെക്ട എന്നൊരു പ്രശ്നം മൂലമാകാം. അപ്പോൾ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത്, പാല് കൂട്ടുന്ന സമയത്തെല്ലാം നമ്മൾ പലപ്പോഴും വണ്ണം വെക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ വണ്ണം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വയറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് മൂലം വയറ് ചാടി കിടക്കും. രണ്ടാമതായിട്ട് അവർ വയറ് ചാടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡയബാരിക്കേഷൻ ഓഫ് റെക്ടയാണ്. അതായത് വയറിലെ മസിൽസ്, റെക്ടസ് അബ്ഡോമിനൽ മസിൽ ലൂസാകുന്ന അവസ്ഥ. ആ ലൂസാകുന്ന അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ എത്ര ശരീരഭാരം കുറഞ്ഞാലും വയറ് മാത്രം ഒട്ടത്തില്ല. അപ്പോൾ ഈ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്യുന്നത് മൂലം അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് പരിഹരിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാം എന്നുള്ളത് നോക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ടത് ഡയറ്റും എക്സസൈസുമാണ്. ഒരു കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഫുൾ വണ്ണം കുറച്ചാലും വയറ് മാത്രം കുറയാത്ത അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വയറിൻ്റെ മസിൽസ് ടൈറ്റ് ആക്കുവാനായിട്ടും വയറിലെ ഫാറ്റ് കുറയ്ക്കുവാനായിട്ടും കോർ മസിൽസ് ഫോക്കസ് ചെയ്ത് എക്സസൈസ് ചെയ്യണം. അപ്പോൾ അതിന് പിലാറ്റസ് എന്ന് പറഞ്ഞ എക്സസൈസ് ഉണ്ട്, അല്ലെങ്കിൽ കോർ മസിൽ ട്രെയിനിങ് എക്സസൈസുകളുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ നമുക്കത് കിട്ടും. അത് കടന്നുകൊണ്ട് കാല് പൊക്കുന്ന എക്സസൈസുകൾ, അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രസവത്തിന് ശേഷം ഒരു 6 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റാണ് മാഗ്നറ്റിക് ചെയർ തെറാപ്പി, അല്ലെങ്കിൽ ടെസ്ല ചെയർ തെറാപ്പി. ഇതേപോലെ തന്നെ ഒരു കസേരയിൽ കംഫർട്ടബിളായിട്ട് ഫുള്ളി ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ ഇരുന്നാൽ മതി. അതിൻ്റെ ഒരു അബ്ഡോമിനൽ ഉപയോഗിക്കുന്ന പ്രോബുണ്ട്. ആ അബ്ഡോമിനൽ പ്രോബ് ഉപയോഗിച്ച് നമുക്ക് ഈ മാഗ്നറ്റിൻ്റെ ഫോക്കസ് ചെയ്ത് ഈ മസിൽസിനെ ടൈറ്റൻ ചെയ്യുവാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ സാധിക്കും. അത് വയറ് കുറയുവാനായിട്ട്, വയറിൻ്റെ മസിൽസ് ടൈറ്റ് ആക്കുവാനായിട്ടും സഹായിക്കും. യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളോ സൈഡ് ഇഫക്റ്റോ ഇല്ല. നമുക്കിത് ഫുള്ളി കടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മമ്മി മേക്ക് ഓവർ എന്നാണ് ഇതിന് പറയുന്നത്. പ്രഗ്നൻസിക്ക് മുമ്പുള്ള ഒരു അവസ്ഥയിലോട്ട് സ്ത്രീകൾക്ക് തിരിച്ചു പോകുവാനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് സഹായിക്കും. അപ്പം വയറ് കുറയ്ക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് എക്സസൈസാണ്. അപ്പോൾ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്തിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ചെയർ അല്ലെങ്കിൽ ടെസ്ല ചെയർ ഉപയോഗിച്ച് നമുക്ക് വയറിൻ്റെ മസിൽസിനെ ടൈറ്റ് ആക്കുവാനായിട്ടും വയറ് കുറയ്ക്കുവാനായിട്ടും സാധിക്കും. ഇത് സ്ത്രീകൾക്കും ചെയ്യാം, അതുപോലെ തന്നെ പുരുഷന്മാരിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും.